വ്യത്യസ്തമായ ഒരു വിഷയവുമായാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഫ്രീഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാന നേതൃത്വം നൽകുന്ന ഒരു സംഘടനയുടെ ഈ കഴിഞ്ഞ 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. വിപുലമായ ഒരു പരിപാടിയായിരുന്നു. അതിന്റെ പോസ്റ്ററൊക്കെ വീഡിയോ ഒക്കെ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഈ പരിപാടി നടക്കുന്ന അന്നേ ദിവസം രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ പോലീസ് ആക്ട് പ്രകാരം 10 മണി വരെ മാത്രമാണ് മൈക്ക് പെർമിഷൻ ഉള്ളൂ. അത് ഏതൊരു പരിപാടി നടന്നാലും, അത് അമ്പലങ്ങളിൽ നടന്നാലും പള്ളികളിൽ നടന്നാലും പൊതുപരിപാടിയായാലും ഗാനമേളയായാലും പോലീസ് നിയമപ്രകാരം 10 മണി വരെ മാത്രമാണ് മൈക്ക് പെർമിഷൻ നൽകുക. മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ മൈക്ക് പെർമിഷന്റെയും പരിപാടിയുടെയൊക്കെ കാലയളവ് നിശ്ചയിക്കുന്നത് പോലീസിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ, സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സ്ഥലത്താണ് പരിപാടി വെക്കുന്നത്. പോലീസ് നിർദ്ദേശിക്കുന്ന സമയങ്ങളുണ്ട്. 8 മണി വരെ പരിപാടി വെക്കാറുണ്ട്, 7 മണി വരെ പരിപാടി വെക്കാറുണ്ട്. പോലീസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടാൽ പരിപാടി നിർത്തിവെക്കേണ്ടത് സംഘാടകരുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പരിപാടി നടക്കുമ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സുമേഷ് സുധാകരൻ എന്ന് പറയുന്ന CI, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ, വേദിയിൽ വന്നുകൊണ്ട് പരിപാടി 10 മണി കഴിഞ്ഞപ്പോൾ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ആക്രോശിച്ചുകൊണ്ട് വേദിയിൽ വന്ന് പറയുന്ന വിവാദങ്ങൾ പറയുമ്പോൾ അവിടെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുമ്പോൾ ഇവിടെ ദൃശ്യങ്ങളും ഇവിടെ തെളിവുകളും സംസാരിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നു. ഇവിടെ ആദ്യം തന്നെ ആ പരിപാടി എത്ര മണിക്കാണ് തുടങ്ങിയത്, ഏതൊക്കെ സെക്ഷനിലാണ് ആ പരിപാടി ഉണ്ട് എന്ന് അതിന്റെ ഫോട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ പരിപാടിയിൽ ഏതൊക്കെ പത്രവാർത്തയും ഇതിലുണ്ട്, ഏതൊക്കെ പരിപാടിയാണ് നടന്നിരിക്കുന്നത്, ഏതൊക്കെ പ്രമുഖരാണ് പങ്കെടുത്തിരിക്കുന്നത്, എത്ര മണിക്കാണ് ആരംഭിച്ച പരിപാടി. 10,000 പങ്കെടുത്ത പരിപാടി 10 മണി കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, സുമേഷ് സുധാകരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംഘിയായി ചിത്രീകരിച്ച്, RSSകാരനായി ചിത്രീകരിച്ച്, മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ച്, മനുഷ്യത്വമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനായി ചിത്രീകരിക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതും പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അത് പിന്നെ വരാം. ഇവരുടെ പരിപാടിയുടെ ഫോട്ടോസുകൾ ശ്രദ്ധിക്കുക. ആ പരിപാടിയിൽ ഏതൊക്കെ സെമിനാറുകൾ നടന്നു, ഏതൊക്കെ വിഷയത്തിൽ, ഏതൊക്കെ വിമർശന വിഷയങ്ങളിൽ സെമിനാർ നടന്നു, നിരവധി ഫോട്ടോസുകളും തെളിവുകളും വരുന്നു. മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചിരിച്ചു കാണിച്ചു. വീഡിയോയിൽ അത് കടന്നു വരുമ്പോൾ ആരോ വീഡിയോ ചെയ്യുമ്പോൾ ചിരിച്ചു കാണിച്ചു. ആ വീഡിയോ കൂടി ഒന്ന് കാണാം. പോലീസ് ഉദ്യോഗസ്ഥൻ നടന്നു വരികയാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി വീഡിയോ മൊബൈൽ ഫോണുകൾ ഉയരുമ്പോൾ അദ്ദേഹം കാണിച്ച ആംഗ്യഭാഷ, ചിരി എന്ന് പറയുന്ന ആംഗ്യഭാഷയെ കുറിച്ചാണ് പറയുന്നത്. അതോ ആ വീഡിയോ എടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു പോവുകയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രമുഖരെല്ലാം വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തുമ്പോൾ ഈ സുമേഷ് സുധാകരൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ SI താഴെക്കെട്ടിന് ഉയർന്നു വന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് ഇന്നത്തെ ദിവസം കടന്നു വന്നിരിക്കുന്നത്. പ്രളയകാലത്ത് അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ച് അദ്ദേഹം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കഴിവുകൾ, അദ്ദേഹം സമൂഹത്തോട് കാണിച്ച തന്റെ ഉദ്യോഗ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന നന്മ പ്രവർത്തനങ്ങളെ കുറിച്ച് പൊതുസമൂഹം ഇന്നാണ് അറിയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തിയപ്പോൾ ഉടനടി അദ്ദേഹത്തെ സംഘിയാക്കുന്ന, RSSകാരനാക്കുന്ന, വർഗീയവാദിയാക്കുന്ന ഈ ചിന്താഗതി മാറേണ്ടതുണ്ട്. അവിടെ നിയമപാലനായ പോലീസ് ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം, അദ്ദേഹത്തിനെതിരെ പരാതി നൽകാം, ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാം. ഇവിടെ ഈ പരിപാടിയിൽ പോലീസ് ആക്ടിൽ തന്നെ പറയുന്ന മറ്റൊരു നിയമമുണ്ട്. പോലീസ് ആക്ട് 2000 പറയുന്നത്, കേരള പോലീസ് ആക്ട് 2000 10 മണി കഴിഞ്ഞ ശബ്ദമലിനീകരണ നിയമപ്രകാരം 2000 എന്നാണ്, ശബ്ദമലിനീകരണ നിയമം 2000 എന്നാണ് ആക്ട് സെക്ഷൻ പ്രകാരം കേസെടുക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. 10 മണി വരെ വിവേചനാധികാരമാണ് പോലീസിന്റെ. ഇവിടെ മുഖ്യമന്ത്രിയോ ഉന്നത പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടികൾ പോലും 10 മണിക്ക് മുമ്പ് നിർത്തിച്ച അവസ്ഥയുണ്ട്. ഈ പെരിന്തൽമണ്ണ അങ്ങാടിയെ കുറിച്ച്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ടൗണിന്റെ ഭൂപടത്തെ കുറിച്ച് ഞാൻ പറയണം. അവിടെ വലിയ രീതിയിൽ ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടിയായിരുന്നു. പെരിന്തൽമണ്ണ ടൗണിൽ ഇവർ പറയുന്ന റഡാറുകളും മറ്റൊക്കെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഗതാഗത സംവിധാനങ്ങളെ ഞങ്ങൾ സുഖമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെ സംഘാടകർ അവകാശപ്പെടുമ്പോൾ പോലീസ് എന്തുകൊണ്ട് 10 മണി കഴിഞ്ഞപ്പോൾ അവിടെ പരിപാടി നിർത്തിവെക്കാൻ പറഞ്ഞു? അവിടെ അവസാന നിമിഷത്തിൽ 10 മണി കഴിഞ്ഞും അവിടുത്തെ ഒരു അവതാരകൻ അവിടെ മൈക്കിൽ കൂടി പറയുന്നത് ലഹരിക്കെതിരെയുള്ള പരിപാടിയാണ്, ഇതിനെയാണ് തകർക്കാൻ പോലീസ് ശ്രമിച്ചു. എന്താണ് തകർക്കാൻ ശ്രമിച്ചത് പ്രിയപ്പെട്ടവരെ? അവിടെ നിരവധി, ഞാൻ കാണിച്ച ഫോട്ടോസിൽ കാണാം, നിരവധി സെക്ഷനുകളിലായി പരിപാടി നടന്നു. 10 മണി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ ജനങ്ങൾ സംഘടിച്ച ഒരു പരിപാടി 10 മണി കഴിഞ്ഞാൽ പോലീസ്, നിങ്ങൾ നോക്കണേ, പോലീസ് അവിടെ 1 മണിക്കൂറിലേക്ക് ഡ്യൂട്ടിക്ക് വന്ന പോലീസല്ല. അവരുടെ പരിപാടി തുടങ്ങി രാവിലെ മുതൽ ആ പകൽ സമയം ഒക്കെ ഡ്യൂട്ടി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ. ഇവർക്ക് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായമല്ലാതെ ഒരു പരിപാടി ഇവിടെ മുന്നോട്ട് പോകില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ രാത്രി വരെ പരിപാടി നടന്നപ്പോൾ 10 മണി കഴിഞ്ഞപ്പോൾ നിർത്താൻ വേണ്ടി പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വ്യക്തിപരമായി അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ട്, അദ്ദേഹം പ്രളയകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പത്രവാർത്ത നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ നന്മ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പത്രത്തിൽ വന്ന മുൻകാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. സുമേഷ് സുധാകരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുമ്പോൾ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇത് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലുള്ള ഇത്രയും ആക്ഷേപങ്ങൾ, നമ്മൾ ഒരാളെ സംഘിയാക്കി, സംഘപരിവാറാക്കി, RSSകാരനാക്കി, വർഗീയവാദിയാക്കി ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ മുദ്ര ചാർത്തുമ്പോൾ, ചാപ്പ കുത്തുമ്പോൾ ചിന്തിക്കേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ കുറിച്ച് നടന്ന പരിപാടിയിലെ വിമർശനം, അവിടെ നടത്തിയ വിവാദപരമായ അദ്ദേഹം അവിടെ നടന്ന സെമിനാറുകളുടെ വീഡിയോ ഒക്കെ ഇവിടെ കാണിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ പറയുന്നു DJ നടത്താൻ മറ്റു പരിപാടികൾക്ക് പോലീസ് അനുമതി നൽകുന്നു. ഇവിടെ അമ്പലങ്ങളിലും പള്ളികളിലും ഉറൂസും ഉത്സവവും മറ്റൊക്കെ പരിപാടികളിൽ 10 മണി കഴിഞ്ഞൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഗ്രാമങ്ങളിൽ പരിപാടി നടക്കാറുണ്ട്.
ഇവിടെ പോലീസിന്റെ കർശന നിർദ്ദേശം സമീപകാലത്ത് നടന്ന ഏത് കലാപരിപാടിയാണെങ്കിലും കലാസംഘടനകളുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത്, ഇവിടെ കലാകാരങ്ങളുടെ ആക്ഷേപം എന്ന് പറയുന്ന 10 മണി കഴിഞ്ഞ് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് പരിപാടി നടത്താൻ പറ്റുന്നില്ലെന്ന് കലാകാരന്മാർ പരാതി പറയുമ്പോൾ ഇവിടെ ആ ഒരു മണിയുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്രയും മോശമായി ചിത്രീകരിച്ച് സൈബർ ആക്രമണം നടത്തുന്ന ഈ സമൂഹത്തോട് പറയാനുള്ള സത്യം തിരിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കപ്പെടണം. അവിടെ യഥാർത്ഥത്തിൽ നടന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിച്ചു, അദ്ദേഹം ചിരിച്ചെന്നുള്ള കുറ്റകൃത്യം, അദ്ദേഹം ആരും പരിഹസിച്ചില്ല. അദ്ദേഹം കടന്നു വരുമ്പോൾ മൊബൈലിൽ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ ഫോട്ടോ വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം അവിടെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ആ പരിഹാസ രീതിയിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹം ചിരിച്ചു കാണിച്ച ഒരു വീഡിയോ പോസ്റ്റ് ഫോട്ടോ വെച്ചുകൊണ്ട് പരിഹസിക്കപ്പെടുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നീചമായ രീതിയിൽ പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കുന്ന ഇത്രയും സൈബർ ആക്രമണങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇതില് നമ്മൾ 10 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞത് ഏകദേശം 10-20,000 പേരുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബ്ലോക്കുള്ള ഒരു ടൗണാണ് പെരിന്തൽമണ്ണ ടൗൺ. അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു, അവരുടെ വോളണ്ടിയേഴ്സ് ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അവരുടെ വോളണ്ടിയേഴ്സ് അല്ല ചെയ്തത്, നമ്മുടെ പോലീസ് എല്ലാം കൂടെ കൂടിയിട്ടാണ്. വോളണ്ടിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കേൾക്കില്ല. അപ്പം നല്ല ട്രാഫിക് ഭയങ്കര ജാമായിരുന്നു. നമ്മുടെ DYSP സാർ സഹിതം 11 മണി ആയപ്പോഴത്തേക്കാണ് ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് കയറി. അതിനുശേഷം നല്ല ട്രാഫിക് ബ്ലോക്കായിരുന്നു. അല്ലാതെ അവർ പറയുന്നത് പോലെ സ്മൂത്ത് ആയിട്ടൊന്നും അല്ല നമ്മുടെ ടൗൺ കടന്നു പോയത്. അപ്പം നമ്മളിവിടെ അവർ മീറ്റിങ്ങിന് വന്നിരുന്നു. അവർ അതൊക്കെ നല്ല മാന്യമായിട്ട് തന്നെയാണ് അവർ പെരുമാറിയത്. ഇന്ന ടൈമിൽ നിർത്താം. അപ്പം ഞാൻ കർശനമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു 10 മണിക്ക് നിർത്തണം, കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുകളാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ വേറെ പരിപാടിയൊക്കെ 10 മണിക്ക് തന്നെ DJ ഒഴിവാക്കിയിട്ട് 9:55 ക്ലോസ് ചെയ്തപ്പോൾ അപ്പം ഇത് എന്താ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വന്നിരുന്നു. പക്ഷേ നമ്മൾ അത്രത്തോളം ഇന്നലെ തൂതപ്പൂരം നമ്മൾ കറക്റ്റ് 10 മണിക്ക് തന്നെ അവരുടെ എല്ലാം ഒഫീച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവരോട് നമ്മൾ പറഞ്ഞിരുന്നത് 10 മണിക്ക്. അപ്പോൾ ഇവർ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. അവർ കറക്റ്റായിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. അത് 9:30 കഴിയുമ്പോഴേ 9:45 നിർത്തും. അതിനുശേഷം ബാക്കി ഇത്ര ആൾക്കാർ ടൗണിൽ നിന്ന് പിരിഞ്ഞു പോകണം. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ 9:24 ഞാൻ ആദ്യം ഇവരെ വിളിച്ചു. 9:23 വിളിച്ചെടുത്തില്ല, 9:24 വിളിച്ചു. എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എപ്പോൾ നിങ്ങൾ പിന്നെ പ്രോഗ്രാം നിർത്തും. പറഞ്ഞു കുറച്ച് എന്തായാലും 10 മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷേ 10 മണിക്ക് മുമ്പേ പ്രോഗ്രാം നിർത്താൻ അവിടുന്ന് പല ആൾക്കാർ അവിടെ സൗണ്ട് പൊല്യൂഷനാണ്. പ്രത്യേകിച്ച് അവിടെ അൽഷിഫ ഹോസ്പിറ്റലുണ്ട്, പിന്നെ മെയിൻ ബൈപ്പാസ് ആണ്, ബ്ലോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കംപ്ലയിൻസ് വന്നു. എങ്കിലും നമ്മൾ പറഞ്ഞത് ഇവർക്ക് പെർമിഷൻ ഉണ്ട്, പിന്നെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ 10:06 പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് പ്രോഗ്രാം നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പ്രോഗ്രാം നിർത്തണം, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ സംഗതി സീനാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിക്കേണ്ടി വരും. അങ്ങനെ ഇത്തിരി നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം നിർത്താതെ പിന്നെ 10:10 പിന്നെ വിളിച്ചു. ഞാൻ 10:10 വിളിക്കുന്നത് നമ്മുടെ ആയിഷ ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ആയിഷ ജംഗ്ഷൻ വരെ ഇവർ മറ്റേ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എന്താ ഒരു ഇതായിട്ട് കൊടുത്താണ്, കാരണം ആയിഷ ജംഗ്ഷൻ വരെ സ്പീക്കർ വെക്കാൻ അവർക്ക് പെർമിഷൻ ഉള്ളതല്ല. അങ്ങനെ ആയിഷ ജംഗ്ഷനിൽ വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ടാവും. വോയിസ് റെക്കോർഡിൽ തന്നെ കേൾക്കാൻ ഭയങ്കര സൗണ്ടാണ്. അങ്ങനെ ഈ ഇവർ പറയുന്ന പോലെ 3 മിനിറ്റോ 5 മിനിറ്റോ അല്ല ആ പ്രോഗ്രാം നീണ്ടുപോയത്. 10:10 ഞാൻ ആയിഷ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു 10:15 10:22 ഇവർ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ മൈക്ക് ഓഫ് ചെയ്യുന്നത് അതും കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. കാരണം അത് നമ്മൾ പിന്നെ ഒരു മാനുഷിക പരിഗണന വെച്ച് കൊടുത്താണ്. കാരണം അത്രയും ഒരു ഭയങ്കര ക്രൗഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൗഡിനുകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തുനിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഇന്ന ബസ്സുകൾ ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന ബസ്സേ കയറാം, പാർക്ക് ചെയ്തിരിക്കുന്ന ഇന്ന സ്ഥലത്താണ്, പിന്നെ ഇപ്പം കോഴിക്കോട് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകുക, എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് പോകുക എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് പക്ഷേ അതും എന്താണ് നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷേ അവർ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് അറിയാം, അവർ പറയുന്ന സമയങ്ങൾക്ക് ശേഷം അവർ മൈക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രോഗ്രാം 10:22 അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് വീഡിയോ കണ്ടറിയാം. വീഡിയോയിൽ ഞാൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രശ്നമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറകോട്ട് വന്നിട്ട് ചിരിക്കണമെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും എന്താ പറയുന്നത്, ആ ഒരു സ്വാഭാവികമായിട്ട് ഒരു സംഘടനയോ ഒരു പിന്നെ ആളുകളെയോ അല്ലെങ്കിൽ അവരുടെ ഒന്നിനെയും നമ്മൾ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു മോശം പ്രവണത കാണിച്ചാൽ അത് ആ ഒരു സിംഗിൾ പേഴ്സൺ നമ്മളെ പ്രകോപിപ്പിച്ചപ്പോഴത്തേക്കും അതേപോലെ ഉണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അതല്ലാതെ അത് മൊത്തം സംഘടന അല്ലെങ്കിൽ മൊത്തം ആളുകളെയോ എന്നെയൊക്കെ എത്ര പെട്ടെന്നാണ് അതൊരു വർഗീയവൽക്കരിച്ചിട്ട് വരുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം. ഇപ്പം ശരിക്കും സർക്കാരിനെ പോലീസിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഒരു സിംഗിൾ പേഴ്സണെ നിങ്ങൾക്കറിയാം ആ വീഡിയോ എടുക്കുന്നത്, ഞങ്ങൾ വരുന്നത് മുഴുവൻ അയാൾ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ട് അപ്പം അതിലൊരു സ്വാഭാവികമായിട്ട് നമ്മൾക്കും അത്രയും ഫ്രഷായിട്ട് നിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പ്രതികരണമാണ്. അപ്പോൾ അതല്ലാതെ നമ്മളൊരു സംഘടനയെ മോശപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല. അതിനുശേഷം ഇവർ പറയുന്നു, അവരുടെ പ്രസ്താവന ഞാൻ കണ്ടു, ഇത്രയും നന്നായിട്ടൊരു പ്രോഗ്രാം ട്രാഫിക് സ്മൂത്തായിട്ട് പെരുന്തൽമണ്ണ 1 മണിക്കാണ് 1 മണി 1:30 കൂടിയാണ് നമ്മുടെ പെരുന്തൽമണ്ണ ട്രാഫിക് കഴിയുന്നത്. എൻ്റെ പോലീസുകാരെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടിയുണ്ട്. എല്ലാം അങ്ങനെയൊക്കെ നിൽക്കുന്നപ്പോഴത്തേക്കും ഇവർ പറയുന്നത് അവർക്ക് നമ്മൾ മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ചിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ നിങ്ങൾക്കറിയാം ആ വീഡിയോയിൽ വരുന്ന ആ ഒരു സെക്കൻഡ് നമ്മളെ പ്രകോപിച്ചത് നിങ്ങൾക്കറിയാം. വെറുതെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്നതല്ല.
അതുപോലെ തന്നെ ഞങ്ങൾ 3-4 പേരാണ് ഈ 10-25,000 പേരുടെ അടുത്തെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കാരണം അവരെല്ലാവരും കൂടെ തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അല്ലാതെ നമ്മൾ പ്രകോപിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ക്രൗഡാണ്. നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്. പക്ഷേ ഏതോ താല്പര്യകക്ഷികൾ ഇത് വേറൊരു രീതിയിൽ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പടച്ചുവിടുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ അവരോട് ചോദിക്കണം, നമുക്കറിയില്ല.